ശ്രീ പിണറായി വിജയൻ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും, എന്തിനേറെ പറയുന്നു, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പോലും കേരളത്തിലെ വർഗീയത വിറ്റുകൊണ്ട് 2 മാസമായിരിക്കും SNDPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ പെട്ടെന്ന് അദ്ദേഹം നിലമ്പൂരിലേക്ക് പറഞ്ഞേക്കുന്നു. ഒരിക്കലും അദ്ദേഹം പറയാൻ പാടില്ലാത്ത വലിയ വർഗീയ പരാമർശം അദ്ദേഹം നടത്തുന്നു. ഈ ജില്ലയിൽ ഇവിടുത്തെ ഹൈന്ദവ സമുദായം ഒരിക്കലും അംഗീകരിക്കാത്ത സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നടത്തി മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ മലപ്പുറം ജില്ലയിലെ ഉത്തരവാദിത്തപ്പെട്ട ഹൈന്ദവ നേതാക്കളും ഹൈന്ദവ വിശ്വാസികളും തന്നെ അതിനെ എതിർക്കുന്നു. അപ്പോൾ അവസാനമായി കഴിച്ച ട്രംപ് കാർഡ്, അത്രയും കൃത്യമായ വർഗീയത പറഞ്ഞ ആ വ്യക്തിയെ 3 ദിവസം കഴിയുമ്പോൾ അദ്ദേഹം പോയി കണ്ട് സ്വീകരിക്കുന്നു. അപ്പോ എങ്ങനെയൊക്കെ വർഗീയത പറഞ്ഞുകൊണ്ട് വോട്ട് വാങ്ങാം, അതിനെന്ത് മാർഗം? കാരണം രാഷ്ട്രീയം അവിടെ കയ്യിൽ നിന്ന് പോയി. തൊഴിലാളികൾ ഒന്നും ഉണ്ടാക്കാൻ പറയുന്നു, എനിക്ക് ശബ്ദമിടാൻ വയ്യ, അതുകൊണ്ടാ. തൊഴിലാളികൾ അവരുടെ പക്ഷത്തു നിന്ന് കൈവിട്ടുപോയി. പാർട്ടി സഖാക്കൾ അവരെ കൈവിട്ടുപോയി. വീണ്ടും അധികാരത്തിൽ വരാൻ ഏതെങ്കിലും ഒരു നിലക്ക് കേരളത്തിലെ ഒരു കലാപ ഭൂമിയാക്കി RSSുമായി ചേർന്ന് കേന്ദ്ര ഗവൺമെന്റുമായി ചേർന്ന് ഒരുപാട് ഗെയിമുകൾ ഇവിടെ കളിച്ചു. അതിന്റെ ഭാഗമാണ് അജിത് കുമാറും സുജിത് ദാസും ഒക്കെ എല്ലാത്തിലും പരാജയപ്പെട്ടു. കേരളത്തിലെ മതേതര നിലപാടിനെ, നിലമ്പൂരിന്റെ മതേതര നിലപാടിനെ മറികടക്കാനുള്ള അദ്ദേഹത്തിന്റെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടിരിക്കുകയാണ്. അപ്പം ആ പരാജയത്തിന്റെ ഒക്കെ അടിസ്ഥാനം പാർട്ടി സഖാക്കൾ തിരിച്ചറിയേണ്ടത് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പിണറായിസവും മരുമോനിസവും അത് തന്നെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം. ഞാൻ പിടിച്ച വോട്ടുകൾ പരിശോധിച്ചാൽ അത് കൃത്യമാണ്. CPMന് പിടിക്കാൻ പറ്റിയ വോട്ട് ഈ പറയുന്ന 65,000 വോട്ടിനടുത്താണ്. 82,000 വോട്ടുണ്ട് ഞാൻ മത്സരിക്കുമ്പോൾ. ആ 15,000 വോട്ട് പോയി. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സങ്കടകരം എന്താണെന്നറിയോ? ഞാൻ ഇന്നലെ പറഞ്ഞ ക്രോസ് വോട്ട്. യഥാർത്ഥത്തിൽ ആ 10,000 വോട്ട് കൂടി തിരിച്ചിങ്ങോട്ട് വന്നാൽ ഞാൻ പറഞ്ഞതുപോലെ സ്വരാജ് തോറ്റമ്പിക്കിടക്കാണ്. ആ വോട്ട് ചെയ്ത വ്യക്തികൾ ചെയ്ത ആ പ്രവൃത്തി എന്തുമാത്രം പിണറായി സത്തെ സഹായിക്കുന്നത്. എനിക്ക് വേണ്ട, ഈ ഷൗക്കത്തിന് പോയാലും സത്യത്തിൽ ആന്റി പിണറായി വോട്ട് 10,000 വോട്ട് ആ പെട്ടിയിലേക്ക് വീണിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 50,000 ചില്ലാനമാണ് ഈ പറയുന്ന സ്വരാജ് മുഖ്യമന്ത്രി ഈ വർഗീയത മുഴുവൻ നടത്തിയിട്ട് നിലമ്പൂരിൽ നേടാൻ കഴിഞ്ഞത്. പരിപൂർണമായ ജനങ്ങൾ തിരസ്കരിച്ചൊരു മുഖ്യമന്ത്രിയാണ്. ഇപ്പൊ സ്ഥാനാർത്ഥി പറയുന്നത് കേട്ടു, സ്വരാജ് പറയുന്നത് കേട്ടു. അദ്ദേഹം മുമ്പ് പറഞ്ഞാൽ എന്തായിരുന്നു? ഇത് ഗവൺമെന്റിന്റെ വിലയിരുത്തലാകുന്നു. ഇപ്പൊ അദ്ദേഹം പറയുന്നതല്ല, ഇത് ഗവൺമെന്റിന്റെ വിലയിരുത്തലല്ല. പാർട്ടി സെക്രട്ടറി പറഞ്ഞിരുന്നു ഗവൺമെന്റിന്റെ വിലയിരുത്തലാവും. ഗവൺമെന്റിന്റെ വിലയിരുത്തലാണല്ലോ, വളരെ വ്യക്തമല്ലേ? ഇവിടെ ഈ ഗവൺമെന്റിനെതിരെ, പിണറായിസത്തിനെതിരെ, മരുമോനിസത്തിനെതിരെ കേരളത്തിലെ ജനം അതിശക്തമായ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വഴിയൊരുക്കണം എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്.